नमस्ते। आज हम लिटरेरी क्रिटिसिज्म, प्रोसोडी एंड पोएटिक्स, भारतीय एवं पाश्चात्य काव्यशास्त्र के बारे में हम जान लेंगे। तो इसमें सबसे पहले है काव्य क्या है और जो है काव्य विभाजन किस प्रकार है और काव्य काव्य जो है काव्य के जो है गुण क्या क्या है, ये सब। तो आप जानते हैं साहित्य क्या है। तो साहित्य एक सृजनात्मक अभिव्यक्ति है। साहित्य के अंतर्गत जो है कविता, उपन्यास, नाटक, जो कहानी सब आते हैं। तो पहले जो है काव्य जो है शब्द का उपयोग किया करता था, तो बाद में साहित्य शब्द जो है शुरू होने लगा। तो आज काव्य का अर्थ केवल पोयम, जो പോയം മാത്രം रह गए हैं. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും കാവ്യം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, കവിത എന്നുള്ളത് മാത്രമായിരിക്കുന്നു. ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇന്ന് ഉപയോഗിക്കുന്ന പോലെ എന്താണ് കവിത എന്നുള്ളത് ഉപയോഗിക്കാറില്ലായിരുന്നു. കാവ്യം എന്നുള്ള വാക്ക് തന്നെയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു കാവ്യം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഭാരതീയരായിട്ടുള്ളവരും ഒപ്പം തന്നെ പാശ്ചാത്യരായിട്ടുള്ള ഒരുപാട് വിദ്വാൻമാർ എന്താണ് അതിനുള്ള ഓരോ ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഈ ഒരു കാവ്യത്തിന് രണ്ട് തരത്തിലുള്ള പക്ഷങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് അതിൻ്റെ ഭാവപക്ഷം, ദെൻ അതേപോലെ അതിൻ്റെ കലാപക്ഷം. അങ്ങനെ രണ്ട് പക്ഷങ്ങളുണ്ട് അതിന്. प्रथम काव्य का आंतरिक जो गुण है जिसे भाव पक्ष कहते हैं या अनुभूति कहते हैं, और जो है दूसरा काव्य का बाह्य गुण है जिसे जो अभिव्यक्ति या कलापक्ष कहते हैं. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു കാവ്യം ഉണ്ടാവുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ അതിന് എന്തുണ്ടാവണം, ഭാവപക്ഷം ഉണ്ടാവണം, ഒപ്പം തന്നെ ശൈലീപക്ഷവും. അപ്പോൾ ഒരുപാട് വിദ്വാൻമാർ, ആദ്യം നമുക്ക് പ്രാചീനമായിട്ടുള്ള ഭാരതീയ ഈ വിദ്വാൻമാരെന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ആചാര്യ ഭാമകെ അനുസാർ ശബ്ദാർത്ഥവും സഹിതവും കാവ്യം, അർത്ഥാത് ശബ്ദ और अर्थ का സഹിത ഹോന ജോ കാവ്യ ഹെ. ഏത് കാവ്യത്തിലാണോ ഏതാണ് അർത്ഥവും ശബ്ദവും ഒരുമിച്ച് അങ്ങനെ അത് രണ്ടും കൂടി ഒരുമിച്ച് നല്ല രൂപത്തിൽ വന്നിരിക്കുന്നത്, അതാണ് കാവ്യം എന്നാണ് ആരുടെ അഭിപ്രായം? ഭാമഹൻ്റെ അഭിപ്രായം. जो मम्मट के अनुसार जो है वे शब्द और अर्थ जो दोष रहित हो, माधुर्य आदि गुणों से युक्त हो, और जो है जिनमें कहीं कहीं चाहे अलंकार न भी हो, वह काव्य कहलाते हैं. ओके, देन साहित्य दर्पणकार आचार्य विश्वनाथ ने काव्य की जो परिभाषा इस प्रकार दी है कि वाक्यम रसात्मकम काव्यम. ओके, अर्थात जिस वाक्य में पाठक या जो श्रोता के जो हृदय में, जो मन में रस संचार करने की शक्ति हो, वह काव्य कहा जाएगा. ഇപ്പം നമ്മളൊരു എന്താണ് കാവ്യം വായിക്കുകയാണ്, അപ്പം നമ്മളുടെ ഉള്ളിൽ എന്താണ്, നമ്മളുടെ മനസ്സിൽ എന്താണ്, അത് വായിച്ചു കഴിഞ്ഞിട്ട് രസ് സഞ്ചാർ കർണേ കി ജോ ശക്തി ഉസ്മേ ഹെ, തോ വഹ് കാവ്യ ഹെ. ആരുടെ അഭിപ്രായത്തിലാണത്? ആചാര്യ വിശ്വനാഥ് കെ ജോ അനുസാർ. ഓക്കെ, ദെൻ
അപ്പോൾ ഇതിന് ഈ ഒരു ഞാൻ ഒരുപാട് പ്രാചീനമായിട്ടുള്ള ഒരുപാട് ആചാര്യന്മാർ ഇതിന് ഈ ഒരു തരത്തിൽ ഓരോ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ ആചാര്യ രാമചന്ദ്ര ശുക്ല എന്താണ് പറയുന്നത് നോക്കാം. ജോ ജിസ് आत्मा की जो मुक्तावस्था ज्ञान दशा कहलाती है, उसी तरह जो है जो हृदय की ये जो मुक्तावस्था रस दशा कहलाती है. हृदय की इसी मुक्ति की साधना के लिए मनुष्य की वाणी जो शब्द विधान करती आई है उसे कविता जो कहते हैं. ഇനി ഈ ഒരു രീതിയിൽ തന്നെ പാശ്ചാത്യ വിദ്വാൻമാരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ കാവ്യത്തിന് 2 പക്ഷമാണ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവിടേക്ക് എത്തുമ്പോഴേക്കും പാശ്ചാത്യ വിദ്വാൻമാർ അതിന് 4 തത്വങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഭാവ്, അതേപോലെ എന്താ കൽപ്പന, ബുദ്ധി ഓർ ദെൻ ശൈലി. അപ്പോൾ ഒരു പാശ്ചാത്യ വിദ്വാനായിട്ടുള്ള കോൾറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് കാവ്യം? जो पोएट्री द बेस्ट वर्ड्स इन द बेस्ट ऑर्डर. ओके, उत्तमोत्तम जो शब्दों का उत्तमोत्तम क्रम വിധാൻ ഹി ഹെ പോയട്രി. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. വെച്ചാൽ എന്താണ് ബെസ്റ്റ് വേർഡ്സിനെ അതിൻ്റെ ബെസ്റ്റ് ഓർഡറിലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പോയട്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് എന്താ ഈ പാശ്ചാത്യ വിദ്വാൻമാർ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്താണ് കാവ്യം എന്നുള്ളത്. അപ്പം നമുക്ക് എന്താണ് ഇത് പറയാൻ പറ്റും. ഇതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിപ്പോൾ ആരഭിപ്രായം തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒരു കാവ്യത്തിൽ എന്തുണ്ടായിരിക്കണം? ഭാവ് ആത്മാ ഹെ തോ ഭാഷ ഉസ്കാ ജോ ഹെ ശരീർ ഹെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഭാരതീയ जो है समीक्षा शास्त्रियों के अनुसार जो काव्य के जो है പ്രയോജൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശങ്ങളെന്ന് നോക്കാം. അതിൽ തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എന്താ ജോലി ചെയ്യുന്നതിനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യുന്നതിനായിക്കോട്ടെ, അതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രയോജനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലേ നമുക്ക്. അപ്പം അതുപോലെ തന്നെ കാവ്യരചനയ്ക്കും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രയോജനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് പ്രാചീന ആചാര്യനായിട്ടുള്ള മമ്മട്ട് ഇങ്ങനെ ഈ വിധത്തിൽ 6 പ്രയോജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാവ്യപ്രയോജനം 6 എണ്ണം ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മമ്മട്ട് के अनुसार तो उसमें जो फर्स्ट वन जो है यश प्राप्ति, जो है इसमें जो है काव्य रचना जो करने से जो कविगण जो है दुनिया में जो बड़ा यश मिलता है उसको उन्हें जो और अपनी कृति के द्वारा जो है कवि या लेखक അമർ ഹോ ജാത്ത ഹെ. അപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു പോയറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് അയാളുടെ രചനകളിലൂടെയാണ് അമരനായി മാറുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയാണ് ഓർക്കപ്പെടുന്നത് ഇപ്പോഴും. ഇപ്പം നമ്മളുടെ ജയശങ്കർ പ്രസാദ് ആവട്ടെ, അതേപോലെ തുളസീദാസ് ആവട്ടെ, അവരൊക്കെ എങ്ങനെയാണ് അവരെല്ലാവരും അവരുടെ രചനകളിലൂടെയാണ് അവരറിയപ്പെടുന്നതിൽ. അപ്പം അത് അവരുടെ आइंदा यश मिलता है उन्हें जो है रचनाओं के माध्यम से उन्हें जो यश मिलता है. अതാണ് यश प्राप्ति എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ധന പ്രാപ്തി जो है काव्य रचना जो है ധനാർജനോപായ है. तो അതെന്താ ധനത്തിന് വേണ്ടിയുള്ളത് തന്നെയാണെന്നാണ് പറയുന്നത്. तो ഇപ്പം നമുക്കറിയാം ഇതിഹാസ് ഇസ് ബാത് കാ സാക്ഷി ഹെ കി जो है कविवरों को अच्छी
अच्छी जो है कृतियों पर बहुत साधन मिलता था. ഓക്കെ, ഇപ്പോഴും അതുണ്ടല്ലോ. ഇപ്പം നമ്മൾ എന്താണ് ഇത് ഈ ഒരു നോബൽ സമ്മാനം എന്ത് നൽകുന്നത് അല്ലേ? അപ്പം നല്ലതിന് അവർ എന്താ അതിനുള്ള റിവാർഡ് നൽകുകയാണ്, അവാർഡ് നൽകുകയാണ്. അങ്ങനെ അപ്പം അത് ആദ്യ കാലഘട്ടങ്ങളിലെ അങ്ങനെ എന്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ധനപ്രാപ്തി, കാവ്യരചനയിലൂടെ ധനം ആർജിക്കുക എന്നുള്ളത്. ദെൻ അടുത്തതാണ് വ്യവഹാർ ജ്ഞാൻ. सांसारिक व्यवहार रीति नीति का जो उपदेश भी काव्य का പ്രയോജൻ ഹെ. അപ്പോൾ പറയാണ് ഈ ഒരു ഇപ്പം ഏതെങ്കിലും ഒരു കാവ്യത്തിലൂടെ എന്താ നമ്മൾക്ക് എന്താ ഇന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ തരത്തിൽ എന്ത് ജീവിക്കണം, ഈ തരത്തിലാവണം ജീവിതം എന്നൊക്കെ നമ്മൾ ഉപദേശിക്കുകയാണ്. അപ്പം നമുക്കൊരു എന്താണ് അങ്ങനെയാണ് ജീവിതം വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ന്യായം, അല്ലെങ്കിൽ ഇതാണ് ഇത് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൂടെ ഉപദേശം തരണം. അതും അതിൻ്റെ ഒരു എന്താണ് പ്രയോജനമാണെന്നാണ് പറയുന്നത്. तो इस प्रकार जो है दिया गया जो है उपदेश जो है प्रभावशाली भी होता है. और अनेक कवियों ने काव्य की रचना उपदेश के लिए भी की थी. तो അപ്പം നമുക്കറിയാം ഒരു എന്താ ബിഹാരി പോലും ഒരു ദോഹയിലൂടെ തന്നെ എന്താണ് ആ ഒരു കാലഘട്ടത്തെ രാജാവായിട്ടിരുന്ന ആർക്ക് ജയസിംഗിന് എന്താ വിദ്യ നൽകി എന്നാണ് പറയുന്നത്. അതിലൂടെ അയാൾക്ക് എന്താ ശിക്ഷ നൽകി എന്നാണ് പറയുന്നത്. അപ്പം കാവ്യത്തിലൂടെ എന്ത് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ അതിലൂടെ എന്ത് നമുക്ക് കാണിച്ചു തരുന്ന ആദർശം എന്ന് പറയുന്നത് എന്ത് നമ്മെ സ്വാധീനിക്കും അല്ലേ? ഇപ്പം നമ്മൾ എന്നെ വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് നല്ലൊരു തീം ഉണ്ടെങ്കിൽ എന്ത് നമ്മളത് എന്താ നമ്മളിലേക്ക് ഇത് പെട്ടെന്ന് സ്വാധീനിക്കപ്പെടും അല്ലേ? അങ്ങനെ. ഇതിനടുത്തത് കല്യാൺ എന്നുള്ളത് जो है काव्य द्वारा मंगल विधान करना काव्यकार का जो है मुख्य प्रयोजन है. അപ്പം എല്ലാവർക്കും എന്തായിരിക്കണം, ഈ ലോകം മൊത്തം എന്തായിരിക്കണം, जो है सामाजिक जो कल्याण का जो महान कार्य किया है, ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും എന്ത് നല്ലത് വരട്ടെ എന്നുള്ള ആ ഒരു ഭാവന, അതും അതിൻ്റെ ഒരു എന്താ കാവ്യത്തിൻ്റെ ഒരു ഉദ്ദേശമാണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് परम निवृत्ति की प्राप्ति जो है काव्य के द्वारा दुख रोगादि कष्टों का जो नाश भी अभिप्रेत होता है. അപ്പം നമുക്കറിയാം അതിലൂടെ തന്നെ അങ്ങനെയുള്ള ദുഃഖങ്ങളും അങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ ഇല്ലാതാക്കുക, അങ്ങനെ ഇല്ലാതാവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ളത്. അപ്പോൾ അതും അതിൻ്റെ ഒരു എന്താ കാവ്യത്തിൻ്റെ ഒരു ഉദ്ദേശമാണെന്നാണ് പറയുന്നത്. നിവൃത്തി. ദെൻ ലാസ്റ്റ് വൺ जो है കാന്ത സമിത്തത. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ആധുനിക സമീക്ഷകരായിട്ടുള്ള ആചാര്യ രാമചന്ദ്ര ശുക്ല എന്താണ് കാവ്യത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ ആ ഒരു പ്രയോജനം എന്നതിനെ പറ്റി പറയുന്നത്? അദ്ദേഹം എന്താണ് പറയുന്നത്? जो है ये काव्य जो है मात्र मनोरंजन जो नहीं है, इसमें जो है काव्य का जो प्रयोजन जो है जीवन के मार्मिक पक्षों का जो उद्घाटन करना ही काव्य है. उसका लक्ष्य वो है जो जीवन के जो है मार्मिक पक्षों का उद्घाटन करना ही लक्ष्य है, उसका उद्देश्य है, मात्र मनोरंजन नहीं है. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഈ ഒരു ഭാരതീയ കാവ്യ പരമ്പരയിൽ എങ്ങനെയാണ് കാവ്യത്തെ വിഭാജനം അല്ലെങ്കിൽ കാവ്യത്തെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇപ്പം നമുക്കറിയാം എന്താ നമ്മൾ കാണുന്നതിന് ഇതനുസരിച്ച്, അല്ലെങ്കിൽ എന്താ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു ഗ്രാഹ്യത അനുസരിച്ച് നമ്മളെ ഹിന്ദി കാവ്യത്തെ എന്താ നമുക്ക് എന്താ രണ്ടായിട്ട് തരംതിരിക്കാം. ഞാനെന്താ നമുക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ദൃശ്യകാവ്യവും അതേപോലെ തന്നെ ശ്രവ്യകാവ്യം. അങ്ങനെ മെയിനായിട്ട് രണ്ടെണ്ണമാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലെന്താണ് ദൃശ്യകാവ്യം എന്ന് പറയുന്നത്? എന്താണ് ജോ ജിസേ ഹം ആങ്കോ സെ രംഗമഞ്ച് പർ ജോ ഹെ അഭിനീത് ഹോത്തെ ദേഖ്തേ ഹെ. അപ്പോൾ എന്താ സ്റ്റേജിൽ എന്താ നമ്മൾ കാണുകയാണ്, നമ്മളുടെ
എന്താ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ് സ്റ്റേജിൽ. അങ്ങനെയുള്ളതിനെയാണ് ഇത് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, ദൃശ്യകാവ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ രൂപ സെ ദൃശ്യകാവ്യക്കോ രൂപക് कहते हैं. അപ്പം എന്താ ഈ ദൃശ്യകാവ്യത്തെ സാധാരണ രൂപത്തിൽ എന്തും പറയാറുണ്ട്, രൂപക് എന്നും പറയാറുണ്ട്. क्योंकि इसमें जो है अभिनेता पात्रों के जो है रूप का जो अपने ऊपर आरोप कर लेता है. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഇപ്പം സ്റ്റേജിൽ എന്താണ് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്താ ആ ഒരു കഥാപാത്രത്തിലേക്ക് അങ്ങ് ലയിച്ച് ചേരുകയാണല്ലേ അയാൾ. അയാൾ ആ ഒരു എന്താ കഥാപാത്രമായിട്ട് അങ്ങോട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരാൾ കഥാപാത്രത്തിലേക്ക് ആരോപിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താ നാടകത്തെ അല്ലെങ്കിൽ എന്താണ് ദൃശ്യകാവ്യത്തെ എന്ത് പറയുന്നത്, രൂപക് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ഡിവിഷൻ നമ്മൾ പറഞ്ഞല്ലോ, ശ്രവ്യകാവ്യം എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താണോ എന്ത് നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നത് അല്ലേ, അങ്ങനെയുള്ളതൊക്കെ എന്താണ് ശ്രവ്യകാവ്യങ്ങളാണ്. അതിനെ തന്നെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പദ്യ, ഗദ്യ, അതേപോലെ തന്നെ ചമ്പൂകാവ്യം. ഓക്കെ, അപ്പം ഇതിൽ ആദ്യത്തെ പദ്യത്തെ തന്നെ 2ആക്കി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് എന്ത്, പ്രബന്ധ് ഓർ മുക്തക്. ഓക്കെ, ഇതിൽ പ്രബന്ധ काव्य में जो है उसका जो है कथा का क्रम रहता है. അപ്പോൾ പ്രബന്ധ കാവ്യങ്ങൾ എങ്ങനെയായിരിക്കും, അതിൽ ആ സ്റ്റോറിക്ക് എന്തൊരു ഓർഡർ ഉണ്ടാവും, ക്രമമായിട്ടായിരിക്കും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. എന്നാലോ മുക്തക കാവ്യമേ जो है कथा का कोई क्रम नहीं रहता. പക്ഷെ മുക്തക കാവ്യങ്ങളിൽ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവുമോ കാവ്യത്തിന്? ഇല്ല. അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിക്ക് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവുമോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്തതാണ് എന്ത്, മുക്തക കാവ്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ ഡിവിഷനായിട്ടുള്ള ഗദ്യത്തിൽ തന്നെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. നമുക്കറിയാം ഉപന്യാസം, സ്റ്റോറി, നിബന്ധ, ആലോചന, ജീവനി, അങ്ങനെയുള്ളതൊക്കെ എന്തിൽ വരുന്നതാണ്, ഗദ്യത്തിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഡിവിഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നാടകം. ഇപ്പം നമ്മൾ പറഞ്ഞു ദൃശ്യകാവ്യമാണ് നാടകം അല്ലേ. സ്റ്റേജിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കപ്പെടുന്നതാണ് നാടകം. അപ്പം നാടകത്തിൻ്റെ പ്രമുഖ തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം ദൃശ്യകാവ്യമാണെന്നറിയാം. അതേപോലെ തന്നെ नाटककार की जो है भाषा में जो है कमी रहती है वह जो है नटों या अभिनेताओं की भावभंगी से पूरी हो जाती है. അപ്പം ഇപ്പം നമ്മൾ ഡയലോഗൊക്കെ പഠിച്ചു പോയാലും ഇപ്പം നമ്മൾ നാടകം ഈ ഒരു സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ അത് ആ സ്പോട്ടിലുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ഒരു ഡയലോഗ് പഠിക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ സ്റ്റേജിലെത്തുമ്പം എന്താണോ ഇപ്പം ആ ഒരു സംവിധായകൻ പറഞ്ഞു തന്നതിലും അധികം നമുക്ക് അവിടെ എന്താ നമ്മളുടെ ഫ്രീഡം. പക്ഷെ അത് വെച്ചിട്ട് ആ ഒരു റോളിനെ അധികമാക്കുക അല്ലെങ്കിൽ ആ ഒരു രസങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ എന്താണ്, അപ്പം നമ്മൾ ആ സ്പോട്ടിലുള്ള നമ്മളുടെ ഭാവഭംഗിമകൾ അല്ലേ, അതിനനുസരിച്ചിരിക്കും ഒരു നാടകത്തിൻ്റെ വിജയം എന്നുള്ളത്. ഓക്കെ, അപ്പം നാട്യകലയ്ക്ക് ആദ്യ ആചാര്യ ആരാണ് നമുക്കറിയാം, ആരാണ്, ഭരതമുനിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, योग कर्म सारे शास्त्र सारे शिल्प और विविध कार्यों में कोई ऐसा नहीं है जो नाटक में न पाया जाए. അപ്പോൾ അതാണ്, അപ്പോൾ ഇതൊക്കെ നാടകത്തിൽ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. जो है नाटक में वास्तविकता का जो है अनुकरण जीते जागते साधनों द्वारा किया जाता है. ओके, इसमें जो है घटनाएं
जो घटित होती दिखाई देती है. ഇതിലെന്താ നമ്മൾ സംഭവങ്ങളെ ഇങ്ങ് അവതരിപ്പിക്കുകയാണല്ലേ, അതേ രൂപത്തിൽ അങ്ങോട്ട് അവിടെ ആ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നാടകത്തിൻ്റെ അപ്പോൾ ആ ഒരു ഭാരതീയ ഇപ്പം നമ്മൾ ഈ ഒരു ഭാരതീയരായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് മറ്റേ പാശ്ചാത്യ തത്വങ്ങളായിക്കോട്ടെ, നാടകത്തിൻ്റെ ഭാരതീയ ഓർ പാശ്ചാത്യ തത്വമേ, ഈ രണ്ട് തത്വങ്ങളിലും ഒരു ഭേദം, ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാരതീയ ആചാര്യന്മാർ രസതത്വത്തിനാണ് എന്താണ് പ്രാധാന്യം എന്ത് നൽകുന്നത്. നാടകത്തിൽ രസതത്വത്തിനാണ് അതിൻ്റെ ഭാരതീയ ആചാര്യന്മാർ പ്രാധാന്യം നൽകുന്നത്. പക്ഷേ അതിൻ്റെ പാശ്ചാത്യ ആചാര്യന്മാർ അതെന്തിനാണ്, ഉദ്ദേശതത്വത്തിനാണ് ഈ ഒരു പാശ്ചാത്യ ആചാര്യന്മാരൊക്കെ പ്രാധാന്യം നൽകുന്നത്. എന്നാലും ഈ ഒരു രണ്ട് ഭാരതീയ ആയിക്കോട്ടെ പാശ്ചാത്യ ആയിക്കോട്ടെ അങ്ങനെയുള്ള തത്വങ്ങളെ അധികരിച്ച് നാടകത്തിന് മുഖ്യമായിട്ടും 6 തത്വങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒന്നാമത്തതാണ് അതിലെന്താണ് കഥാവസ്തു എന്നുള്ളത്, രണ്ടാമത്തത് പാത്രം, മൂന്നാമത്തത് രസ്, അതേപോലെ നാലാമത്തത് ദേശകാല്, അതേപോലെ അഞ്ചാമത്തത് ഭാഷ ശൈലി, ഓർ ലാസ്റ്റ് വൺ ഉദ്ദേശം എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു നാടകത്തിൻ്റെ 6 തത്വങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള കഥാവസ്തുവിൻ്റെ കാര്യം. इसका जो है घनिष्ठ संबंध 4 बातों से है: ഇതിവൃത്ത്, നായക് और അഭിനയ് और സംവാദ്. അപ്പം നമുക്കറിയാം എന്തായാലും അതിനനുസരിച്ചുള്ളൊരു ആയിട്ടുള്ളൊരു കഥാവസ്തു അല്ലേ ഉണ്ടാവും എന്നുള്ളത് അറിയാം. അതിലൊരു നായകന്, അതേപോലെ അഭിനയത്തിന്, സംവാദ്, ഇതിനെല്ലാമാണ് അതിൽ ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതിൽ കഥാവസ്തു എന്നുള്ളതിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാത്രം എന്നുള്ളതിലേക്ക് വരുമ്പോൾ നാടകത്തിൽ എന്താണ് ജോഹെ ഇപ്പം നമ്മൾ നാടകം കാണുന്ന ദർശകരിൽ എന്താണ് ആ ഒരു നായകൻ്റെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു പ്രമുഖ പാത്രത്തിൻ്റെ ആ ഒരു അയാളിലുണ്ടാവുന്ന ഭാവമാറ്റങ്ങളാണിത്. നമ്മൾ അയാളുടെ ഡയലോഗ്സും കാര്യങ്ങളും ആ ഒരു നായകൻ്റെ ഡയലോഗ്സും കാര്യങ്ങളും എല്ലാമാണ് ഇത് നമ്മളിലും ഇനി എന്താവും എന്നുള്ളൊരു ഒരു ആങ്സൈറ്റി നമ്മളുണ്ടാക്കുന്നത് അല്ലേ. അതേव सामान्यतः जो प्रत्येक नाटक का पात्र विशिष्ट गुण संपन्न होता है. ഓക്കെ, ഇനി നെക്സ്റ്റ് രസ് എന്നുള്ള പോയിന്റ്, അതൊരു തത്വമാണ് നാടകത്തിൻ്റെ. जो भारतीय नाट्यशास्त्र में नाटक का जो है प्रधान गुण रस माना गया है. जब जो है पाश्चात्य परंपरा के अनुसार उद्देश्य को जो है प्रधानता दी जाती है, तो भारतीय नाटक में केवल 2 रस प्रधान माने गए हैं, वो है ശൃംഗാർ और വീർ. അപ്പം നമുക്കറിയാം ഭാരതീയ നാടകത്തിലെ 2 രസങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഒന്ന് ഏതാണ്? ശൃംഗാറും അതേപോലെ തന്നെ വീരത്തിനും. तो जो है नाटक या अभिनय की सफलता तभी समझी जाती है जब अभिनय देखकर जो है जो दर्शकों में तदनुरूप भाव जागृत हो सके. അപ്പം നമ്മൾ ആ ഒരു രസം അതേപോലെ തന്നെ അല്ലെങ്കിൽ ആ വീരരസവും ശൃംഗാരരസവും എന്താണ് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നതിലൂടെ അത് കാണുന്ന ദർശകരിൽ എന്തുണ്ടാക്കണം, ആ ഒരു ദർശകരിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണം അല്ലേ. അവിടെയാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തത്വമാണ് ദേശകാലം എന്നുള്ളത്. इसमें जो है काल या युग, देश या स्थान और वस्तु या कथा के समुचित संकलन की बात आती है. और 5वां है शैली. तो इसमें जो है भाव പ്രധാന. അപ്പം നാടകലേഖനിക്ക് ശൈലി എന്നുള്ളത് 2 തരത്തിലുണ്ട്. അതാണ് അതിൻ്റെ
ഭാവപ്രധാനം എന്നുള്ളതും അതേപോലെ എന്താ കർമ്മ പ്രധാനം എന്നുള്ളതും. ഭാവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതിൽ എന്താണ് പറയുന്നത്? तो भाव में जो है इस ഭാവത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ആ ഒരു ശൈലികളിൽ എന്താണ് പറയുന്നത്? इसमें जो है लेखक जो है पात्रों के मुख से उनके भावों को व्यक्त कराता है. ഓക്കെ, അതാണ് ഭാവത്തിന് ഒരു പ്രാധാന്യം എന്ന് നൽകിയിട്ടുള്ള ശൈലി എന്ന് പറയുന്നത്. ഇനി കർമ്മത്തിന് പ്രാധാന്യം എന്ന് നൽകിയിട്ടുള്ളത് എങ്ങനെയുള്ളതാണ് ശൈലികൾ? इसमें जो है सब जो है विचार पात्रों के जो അഭിനയ ദ്വാര വ്യക്ത് കരായ ജാത്ത. ഇത് അഭിനയത്തിലൂടെ, ആ ഒരു കഥാപാത്രത്തിൻ്റെ അഭിനയത്തിലൂടെയാണിത് എന്താ വ്യക്തമാവുന്നത്. ഓക്കെ, ഒന്ന് കഥാപാത്രത്തിൻ്റെ എന്താ മുഖത്തിലൂടെയാണെങ്കിൽ മറ്റേത് എങ്ങനെയാണ് വരുന്നത്? അയാളുടെ അഭിനയത്തിലൂടെ. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണാണ് ഉദ്ദേശം എന്നുള്ളത്. जो है नाटक का जो उद्देश्य आरंभ में जो अप्रत्यक्ष रहता है, ज्यों जो है इस कहानी जो है आगे बढ़ती जाती है, त्यों जो उद्देश्य के अंगों का जो प्रकाशन होता चलता है. तो उस नाटक के जो अंत में नाटक की जो है उस नाटक के जो अंत में जो നിഷ്കർഷ രൂപ में उसका जो उद्देश्य स्पष्ट हो जाता है. അപ്പോൾ അതിൻ്റെ അവസാനം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് സ്പഷ്ടമാക്കും. ഓക്കെ, आगे हम सिद्धांतों के बारे में जान लेंगे. तो ഇതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് രസനിഷ്പത്തി എന്താണെന്നുള്ളത്. ഓക്കെ, जो कमनीय काव्य को जो है पढ़ने से तथा रमणीय नाट्य को देखने से जो दर्शकों के मन में, यानी जो हमारे मन में जो है अलौकिक आनंद उन्मीलित होता है, उसे रस कहते हैं. यह काव्यानंद ബ്രഹ്മാനന്ദ് സഹോദർ മാനാ ജാത്താ ഹെ. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എന്താ കമനീയ കാവ്യമോ എന്തെങ്കിലും ഒരു കാവ്യം നമ്മൾ വായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു രമണീയ നാട്യമൊക്കെ എന്തെങ്കിലും ഒരു നാടകം എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ, അപ്പോൾ ഇത് കാണുന്നതിലൂടെ അല്ലെങ്കിൽ ഇത് വായിക്കുന്നതിലൂടെ എന്താ നമ്മുടെ മനസ്സിലൊരു അലൗകികമായിട്ടുള്ള ആനന്ദം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ളതിന് എന്താ രസം എന്നാണ് പറയുന്നത്. ഓക്കെ, രസ് കഹത്തെ ഹെ. അപ്പം ഈ ഒരു काव्यानंद जो है ब्रह्मानंद सहोदर माना जाता है. तो भावों की जो है भिन्नता के अनुसार रसात्मक अनुभव बदलते रहेंगे. അപ്പം ആ ഒരു എന്താ നാടകം കാണുന്നതിലുള്ള എന്താ ഭാവമാറ്റങ്ങളിലൂടെ, അല്ലെങ്കിൽ നാടകത്തിലുള്ള ഭാവമാറ്റം, അല്ലെങ്കിൽ എന്താ ആ ഒരു കാവ്യത്തിലുള്ള ഭാവമാറ്റത്തെ അനുസരിച്ച് തന്നെ എന്തുണ്ടാവും, ഒരു രസാത്മകമായിട്ടുള്ള അനുഭവങ്ങളുടെ മാറ്റങ്ങളും ഉണ്ടാവാറ്, ആ ഒരു രസാനുഭൂതിയിലും എന്ത് മാറ്റങ്ങൾ ഉണ്ടാകാം. ഓക്കെ, जो है काव्यानंद जब चरम सीमा पहुंचता है, तब हम अपनी जो है परिस्थिति और व्यक्तित्व बिल्कुल भूल जाते हैं. അപ്പം നമുക്കറിയാം, എന്താ നമ്മൾ പുറത്തുള്ളതൊക്കെ മറക്കാനല്ല. അപ്പം നമ്മൾ അത്രയും എന്താ രമണീയമായിട്ടുള്ളൊരു കാവ്യമാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു നാടകമാണ് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദൃശ്യകാവ്യമാണ് എന്താ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ എന്താ നമ്മൾ ആ ഒരു ചുറ്റുമുള്ളതൊക്കെ മറക്കും അല്ലേ. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം എല്ലാം എന്താ നമ്മൾ മറന്നു പോകും. അപ്പം അങ്ങനെ നമ്മൾ അലൗകികമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുകയാണ്. അതാണ് രസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, तो ब्रह्मानंद नित्य है तो काव्यानंद क्षणिक रहता है. അപ്പം ഇതിനെക്കുറിച്ച് എന്താ ഈ ഒരു ആചാര്യ, ഈ ഒരു രസത്തെ പറ്റി ആചാര്യ ഭരതമുനി എന്താ പറയുന്നത്? तो आचार्य भरतमुनि ने यह अभिमतिया है വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി. ഇതാണ് രസനിഷ്പത്തി എന്ന് പറയുന്നത്. എന്താണ് അർത്ഥാത് विभाव अनुभाव और संचारी भावों के संयोग से
अभिव्यक्त स्थायी भावों को रस कहते हैं। तो रस को भारतीय शास्त्रियों ने, भारतीय साहित्य शास्त्रियों ने जो है काव्य का प्राण तत्व माना है. तो रस को. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഒരു രസാവയവങ്ങൾ എന്നുള്ളത് നോക്കാം. ആചാര്യ ഭരതമുനി എന്താ പറഞ്ഞതനുസരിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ വിഭാവം അനുഭാവം എന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ. അപ്പം അത് തന്നെയാണ് तो इस जो है भरत मुनि के जो है रस सूत्र में जो है प्रयुक्त स्थायी भाव, विभाव, अनुभाव और जो है संचारी या व्यभिचारी भाव रसावयव माने जाते. ഇതായ ആ ഒരു ഭരതമുനിയുടെ രസസൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള ഈ ഭാവങ്ങളെല്ലാമാണ് എന്ത് രസാവയവം എന്നതുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. സ്ഥായി ഭാവം എന്താണെന്നുള്ളത്, മാനവ ഹൃദയമേ വാസനാരൂപമേ സ്ഥിത് जो है मनोविकारों को काव्य में स्थायी भाव की संज्ञा दी गई. അപ്പം നമ്മുടെ ഉള്ളിൽ സ്ഥായി ആയിട്ടുള്ള അങ്ങനെയുള്ള വാസനാരൂപത്തിൽ സ്ഥായി ആയിട്ട് എന്താ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന അങ്ങനെയുള്ള മനോവികാരങ്ങളെയാണ് എന്ത് കാവ്യത്തിൽ എന്ത് സ്ഥായി ഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനവ ഹൃദയക്ക് ഈ മൂലഭാവം, ഇത് നമ്മളുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകുന്ന മൂലഭാവങ്ങളാണെന്നാണ് പറയുന്നത്. ഈ സ്ഥായി ഭാവം സ്ഥായി രൂപ സെ ചിത്ത് മേ രഹത്തെ ഹെ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഭാവങ്ങൾ ഏതൊക്കെയാണ്? ജैसे രതി, ഹാസ്, ശോക്, ഉത്സാഹ, ക്രോധ്, അങ്ങനെയുള്ളതൊക്കെ സ്ഥായി ഭാവങ്ങളാണ് ഓക്കെ, जो हृदय में चित्त में. ओके, ഇനി നെക്സ്റ്റ് വിഭാവ് എന്ന് പറഞ്ഞാൽ എന്താ? मानव अपने हृदय में स्थित काम, क्रोध, भय आदि भावों का जो है अनुभव विशेष कारण से करता है. जो कारण इन भावों को जागृत करते हैं वे विभाव कहलाते हैं. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, വേറൊരു ഒരു പ്രത്യേക കാരണത്താൽ എന്താ നമ്മളുടെ ഉള്ളിലുള്ള എന്താ കാമം, ക്രോധം, എന്താ ഭയം, അങ്ങനെയുള്ള ഭാവത്തെ എന്ത് ജനിപ്പിക്കാം. എന്തെങ്കിലും വിശേഷ കാരണം കൊണ്ട് എന്ത് നമ്മളുടെ ഉള്ളിൽ അതുണ്ടാവുക, അതിനെയാണിത് അതിൻ്റെ വിഭാവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അനുഭാവം എന്ന് പറയുന്നത് എന്താണ്? जो है स्थायी भावों का अनुभव कराने वाले वाले जो है अनुभाव कहलाते हैं. जो है स्थायी भावों का जो है अनुभव कराने वाले अनुभाव कहलाते हैं. इनी संचारी भाव എന്ന് പറഞ്ഞാൽ എന്താണ്? मानव हृदय में कुछ भाव ऐसे भी होते हैं जो अल्प समय में उत्पन्न होकर ही विलीन हो जाते. ഇപ്പം നമ്മളുടെ ഉള്ളിൽ എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭാവം വന്നാൽ ഇപ്പം പെട്ടെന്ന് തന്നെ എന്താ ഇല്ലാണ്ടായി പോവാം, ഇല്ലാതെയായി പോവുക. അല്പനേരത്തേക്ക് മാത്രം ഉണ്ടാവുന്ന ഭാവങ്ങൾ അപ്പം തന്നെ അതില്ലാതെ ആവുകയും ചെയ്യും. അങ്ങനെയുള്ള ഭാവങ്ങളെയാണ് എന്ത് സഞ്ചാരി ഭാവ് യാ വ്യഭിചാരി ഭാവ് कहलाते हैं. ഓക്കെ, ഇപ്പം എന്താ ഗ്ലാനി, വിഷാദം എന്നുള്ളതൊക്കെ. രസസിദ്ധാന്തത്തിൻ്റെ എന്താണ് ആചാര്യനാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകനാണ് ആചാര്യ ഭരതമുനി, നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ നാട്യശാസ്ത്രത്തിൽ तो इस विषय का जो है അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രം എന്നുള്ളത് ഈ ഒരു വിഷയത്തിലുള്ള പ്രാചീന ഗ്രന്ഥമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഔചിത്യ സിദ്ധാന്തമാണ്. जो है औचित्य संप्रदाय को सर्वाधिक महत्व देने वाले जो है आचार्य है क्षेमेंद्र. क्षेमेंद्राണ് ഇതിൻ്റെ ഈ ഒരു ഔചിത്യ സിദ്ധാന്തത്തിൻ്റെ ആചാര്യ കേട്ടോ. അപ്പം और जो है औचित्य का अर्थ है उचित का भाव. जो वस्तु जिसके अनुकूल हो उसे उचित कहते हैं. ഇപ്പം എന്താ ഉചിതമായത് എന്നുള്ള അർത്ഥം തന്നെ കേട്ടോ. ഏതൊരു വസ്തുവാണ് ഇതിന് അനുകൂലമാകുന്നത് അല്ലെങ്കിൽ ഉചിതമാകുന്നത് എന്നർത്ഥം. അപ്പം അതിനാണ് നമ്മൾ ഉചിതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. और औचित्य का जो കാവ്യങ്ങളിലും जो है क्षेमेंद्र ने औचित्य की परिभाषा इस प्रकार दी है. उचितम എന്താ ഉചിതം, ഭാവ ഉചിതം, और जो है उचितम പ്രാഹുരാചാര്യ സദൃശങ്കിത് യസ്യ യത് എന്നുള്ളത്. അപ്പം അദ്ദേഹം അവരെന്താ കാവ്യത്തിൽ എന്ത് ഉചിതമായത് അല്ലെങ്കിൽ അനുകൂലമാക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, तो औचित्य का जो
संबंध जो है पद, वाक्य, गुण, अलंकार, रस, क्रिया, कारक, लिंग और उपसर्ग आदि अनेक वस्तुओं से है. അപ്പോൾ ഈ ഒരു കാവ്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു കാവ്യത്തിൽ വാക്യം ഉചിതമാവുന്നത് കൊണ്ട്, അതേപോലെ അതിലെന്താ പദങ്ങൾ ഉചിതമാവുന്നത് കൊണ്ട്, ഗുണം, അലങ്കാരം, രസം എന്നിവ ഉചിതമാവുന്നത് കൊണ്ട് എന്താണത് എന്താ മനോഹരമാവുക എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതിനാണ് അതിൻ്റെ കാവ്യത്തിൽ എന്താണ് പ്രാധാന്യം എന്നുള്ളത് പറയുന്നത് ഔചിത്യമാണ് എന്നുള്ളത്. അപ്പം അത് ഈ ഒരു ഘടകങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. വാക്യങ്ങളാവാം, പദങ്ങൾ, ഗുണാലങ്കാരം, ഇതിലുള്ള ഔചിത്യം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് രീതി संप्रदायആണ്. इस जो है संप्रदाय के प्रमुख जो है प्रवर्तक आचार्य वामन है. ओके, രീതിയുടെ പ്രവർത്തകൻ ആചാര്യ വാമനാണ്. और जो इनका सिद्धांत ग्रंथ काव्यालंकार सूत्र है. और इन्होंने इस बात पर बल दिया है कि जो है काव्य की आत्मा രീതി है. അപ്പം ക്ഷേമേന്ദ്ര പറഞ്ഞത് കാവ്യത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു? ഔചിത്യമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ എന്താ രീതി സമ്പ്രദായത്തിലേക്ക് എന്താ നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ ആചാര്യനായിട്ടുള്ള വാമൻ എന്താണ് പറയുന്നത്? ഈ ഒരു കാവ്യത്തിൻ്റെ ആത്മ എന്നുള്ളത് രീതിയാണെന്നാണ് പറയുന്നത്. തോ എന്താണ് രീതി എന്ന് പറഞ്ഞാൽ രീതി जो है पदों की विशिष्ट रचना है രീതി. പദങ്ങളെ അതിൻ്റെ വിശിഷ്ടമായ രീതിയിൽ എന്താ ഓർഡറാക്കി വെച്ചുകൊണ്ട് എഴുതുക എന്നുള്ളത്, ആ ഒരു രീതിയിൽ ഉള്ളത്. അപ്പം അതിനാണ് രീതി എന്ന് പറയുന്നത്. അപ്പം അതാണ് കാവ്യത്തിൻ്റെ ആത്മാവ് എന്നാണ് ആര് പറയുന്നത്? വാമൻ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ധ്വനി സമ്പ്രദായത്തെക്കുറിച്ചാണ്. तो है साहित्य शास्त्र के जो है इतिहास में सबसे अधिक जो है महत्वशाली जो संप्रदाय है ध्वनि सिद्धांत. ओके, और जो है ध्वनि संप्रदाय को व्यवस्थित करने का जो श्रेय आचार्य आनंद वर्धन को है. तो അപ്പം എന്താണ് ഒരു കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആളാരാണ്? ആനന്ദ് വർദ്ധനാണ്. ആചാര്യ ആനന്ദ്, അല്ലെങ്കിൽ കാവ്യത്തിൽ എന്ത് ധ്വനിക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ആചാര്യ ആനന്ദ് വർദ്ധനാണ്. ഓക്കെ, जहाँ वाच्यार्थ के भीतर से जो है अधिक चमत्कारपूर्ण एक दूसरा ही अर्थ निकले, वही जो है ध्वनि है. जहाँ वाच्यार्थ के भीतर से जो है अधिक जो चमत्कारपूर्ण एक दूसरा ही अर्थ निकले, वही ध्वनि है. और जो है अर्थ दो तरह के होते हैं, वाच्य और प्रतीयमान. वाच्यार्थ में जो है अलंकार आदि का समावेश होता है. और जो है प्रतीयमान अर्थ के भीतर जो है अर्थ के भीतर ध्वनि का जो समावेश है. ओके, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് വക്രോക്തി സമ്പ്രദായമാണ്. ഇതിൻ്റെ ആചാര്യൻ ആരാണ്? जो है കുന്തകാണ്. ഓക്കെ, तो जो है വക്രോക്തി का अर्थ है വക്ര ഉക്തി. എന്താ നേരിട്ട് പറയാതെ എന്താ വക്ര ഉക്തി പറയുക, അർത്ഥാത് ठेठा कथन. ओके, जो है प्राचीन काल से आचार्यों ने काव्य में किसी अतिशय कथन की आवश्यकता बताई है. साधारण कथन जो है प्रकार से भिन्न जो अति चमत्कृत जो है कथन വക്രോക്തി के नाम से अभिहित होता है. അപ്പം നേരിട്ട് പറയാതെ എന്താ വക്രോക്തി പറയുക എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ,
അതാണ് ഈ വക്രോക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് കാവ്യത്തിൻ്റെ ഏറ്റവും അതിൻ്റെ മഹത്വപൂർണ്ണമായിട്ടുള്ളത് എന്ന് പറഞ്ഞ ആചാര്യൻ ആരാണ്? അതിൻ്റെ കുന്തകാണ് അതിൻ്റെ ആ ഒരു എന്തായി ഈ ഒരു വക്രോക്തി സമ്പ്രദായൻ്റെ സംസ്ഥാപക എന്നുള്ളത് കുന്തകാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയാനുള്ളത്, अलंकार सिद्धांतते कुरिचाണ്. इस जो है संप्रदाय के प्रवर्तक जो है आचार्य भामह है. ओके, और अलंकार सिद्धांत के अनुसार अलंकार ही काव्य का प्राणभूत तत्व है. അപ്പോൾ കാവ്യത്തിൻ്റെ പ്രാണഭൂതമായിട്ടുള്ള ആത്മാവ് അല്ലെങ്കിൽ എന്താ തത്വം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവർ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ഭാമഹിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് അലങ്കാരമാണെന്നാണ് പറയുന്നത്. കാവ്യത്തിൻ്റെ പ്രാണഭൂത തത്വം അലങ്കാരമാണെന്നാണ് ആര് പറയുന്നത്? ഭാമഹ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പാശ്ചാത്യ സാഹിത്യ ചിന്തനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം യൂനാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രീസാണ് അതിൻ്റെ പാശ്ചാത്യ സംസ്കൃതിയുടെയും ഒപ്പം തന്നെ സഭ്യതയുടെയൊക്കെ ആദി സ്രോത് എന്ന് പറയുന്നത് ഗ്രീസാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അവിടുന്ന് ഒരുപാട് അതിൻ്റെ ദാർശനികന്മാർ, അതേപോലെ വിചാരകർ, ഒപ്പം തന്നെ കാവ്യചിന്തകരെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് യൂനാനിൽ. അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫറും ആചാര്യനും ഒക്കെയാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പ്ലാറ്റോ. പ്ലാറ്റോയുടെ 2 വർക്കുകളാണ്, ഒന്ന് ദ റിപ്പബ്ലിക് എന്നുള്ളതും നെക്സ്റ്റ് ദ സ്റ്റേറ്റ്സ്മാൻ എന്നുള്ളതും. അപ്പോൾ ഇവ രണ്ടും അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രമുഖങ്ങളായിട്ടുള്ള 2 ഗ്രന്ഥങ്ങളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികോണം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, तो उनके अनुसार उनका जो है विचार है कि जो कला और साहित्य से असीम आनंद प्राप्त होता है वो इसे स्वीकार करते थे. यानी प्लेटो इसे स्वीकार करते थे, यानी कि साहित्य और जो है यानी कि സാഹിത്യവും അതേപോലെ തന്നെ എന്താണ് കലയിലൂടെയും അസീമമായിട്ടുള്ള ആനന്ദം കിട്ടുന്നു അല്ലെങ്കിൽ ആനന്ദം നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് അതാരും അംഗീകരിക്കുന്നുണ്ട്, എന്താ പ്ലാറ്റോ അംഗീകരിക്കുന്നുണ്ട്. किंतु साहित्य या जो है कला की जो कसौटी उनके लिए सौंदर्य या आनंद न होकर जो उपयोगिता था. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കലയുടെ ആ ഒരു കസോട്ടി എന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യമോ ആനന്ദമോ ഒന്നുമല്ല, പിന്നെയോ അതിൻ്റെ ഉപയോഗിത ആയിരിക്കണം. എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്നുള്ളത് ആയിരിക്കണം എന്ന് പറഞ്ഞു. തോ ജോ വസ്തു ഉപയോഗി ഹെ വഹി സുന്ദർ ഹെ. അപ്പം അദ്ദേഹത്തിൻ്റെ അനുമാനം എന്താണ്? അദ്ദേഹം എന്താ പറയുന്നത്? ഏത് വസ്തുവാണോ ഉപയോഗത്തിൽ വരുന്നത്, ഇത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്താണോ അത് സൗന്ദര്യമുള്ളതാണ്. ഓക്കെ, തോ അപ്പം നമുക്ക് എന്താ അറിയാം, ആ കാലഘട്ടത്തിൽ ഉസ് जो है जो समय का यूनानी साहित्य कामोत्तेजक एवं भावोद्वेलन जो പ്രധാനത. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള യുനാനി ലിറ്ററേച്ചർ എല്ലാം തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടൊരു ഇത് നല്ലതെന്ന് പറഞ്ഞിട്ട് അല്ലെ ഒരു സമൂഹ ഹിതത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒന്നും തന്നെ അന്നത്തെ യുനാനി സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫുള്ളായിട്ട് തന്നെ അതിൽ കാമോത്തേജകമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് ആ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും തന്നെ അന്നത്തെ യുനാനി സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫലതः प्लेटो साहित्य के विरुद्ध और जब अनेक आक्षेप
जो है आरोपित किया. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് സാധനത്തിനാണോ ഏത് വസ്തുവാണോ ഉപയോഗത്തിൽ വരുന്നത് അതിന് മാത്രമേ എന്തുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, സൗന്ദര്യമുള്ളൂ എന്നാണ് അഭിപ്രായം. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ സാഹിത്യം എന്ന് പറയുന്നത്, അന്നത്തെ യുനാനി സാഹിത്യം എന്ന് പറയുന്നത് അവിടെ ഒരു യൂസ്ഫുൾ അന്നത്തെ സമൂഹത്തിന് ഒരു യൂസ്ഫുൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലെന്താ സൗന്ദര്യം ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ അതിനെതിരെ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു അന്നത്തെ യുനാനി ലിറ്ററേച്ചറിനെ കുറിച്ച്. അപ്പം നമുക്ക് നോക്കാം. जो है प्लेटो ने काव्य या साहित्य को मिथ्या जो है जगत की मिथ्या अनुकृति जो सिद्ध किया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുകൃതി വാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുകരൺ വാദ്, പ്ലാറ്റോയുടെ അനുകരൺ വാദ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇത് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു രീതിയിൽ പറയുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാവ്യം അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് ഈ ഒരു മിഥ്യയാകുന്ന ലോകത്തിൻ്റെ ഈ ഒരു മിഥ്യയായ ലോകത്തിൻ്റെ മിഥ്യയായിട്ടുള്ള അനുകൃതി അല്ലെങ്കിൽ അനുകരണമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. और जो है उनके अनुसार साहित्य एवं कला में वर्णित वस्तुएं जो है पहले से ही इस भौतिक जगत में जो है विद्यमान है और जो है इनकी अनुकृति जो है कवि एवं कलाकार अपनी रचनाओं में प्रस्तुत करता है और जो है यह अनुकृति जो है दो प्रकार की हो सकती है. ഇപ്പം നമ്മൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു മിഥ്യയാകുന്ന ലോകത്തിൻ്റെ മിഥ്യയായ അനുകരണമാണെന്നാണ് പറയുന്നത് എന്ത് കാവ്യം അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത്. മിഥ്യയായ അനുകൃതിയാണെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് എന്താണ് ഈ ഒരു സാഹിത്യത്തിൽ അല്ലെങ്കിൽ എന്താണ് ആർട്ടിൽ അല്ലെങ്കിൽ എന്താണ് കലയിൽ ഇത് വർണ്ണിച്ചിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ എന്താണ് ഈ ഒരു ഭൗതിക ലോകത്തിൽ ആദ്യമേ ഉള്ളത് തന്നെയാണ്. ഓക്കെ, സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഇപ്പം ആ ഒരു കലയിലൂടെ വർണ്ണിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ ഭൗതിക ലോകത്ത് ആദ്യമേ ഉള്ളത് തന്നെയാണ്. എനിക്ക് ഈ അനുകൃതി അല്ലെങ്കിൽ അനുകരണം ഇതിൻ്റെ എല്ലാം ഈ ഒരു ഭൗതിക ലോകത്തുള്ളതിൻ്റെ എന്താണ് അനുകരണമാണ് ആര് നടത്തുന്നത്? ഈ പോയറ്റ് അല്ലെങ്കിൽ ഈ ഒരു കലാകാരൻ എന്ത് നടത്തുന്നത്? അത് തങ്ങളുടെ രചനയിലൂടെ ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ത് നടത്തുന്നത്? ഈ ലോകത്തുള്ള ഈ ഒരു ഭൗതിക ലോകത്തുള്ള വസ്തുക്കളുടെ അനുകരണം മാത്രമാണ് ഒരു പോയറ്റോ അല്ലെങ്കിൽ ഒരു കലാകാരനോ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ചെയർ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ അതേപോലെ ഉള്ളത് തന്നെ एक कुर्सी को देखकर उसकी जो है अनुकृति के द्वारा दूसरी जो അനുകൃതി പ്രസ്തുത കരണം. ഇപ്പം അത് ഇപ്പോൾ ഒരു ചെയർ കണ്ടിട്ട് അതേപോലെയുള്ളത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നു അല്ലേ, പക്ഷെ അതിൻ്റെ അനുകരണം. പിന്നെയോ और जो है कुर्सी जो है देख खैर जो है कुर्सी का जो है ചിത്ര വർണ്ണൻ മാത്രം പ്രസ്തുത കരണം. ഇപ്പോൾ ഇത് ചെയർ കണ്ടിട്ട് അതിനെ അതിൻ്റെ വർണ്ണന മാത്രം നടത്തുക. ഇപ്പോൾ ചെയർ കണ്ടു, അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർണ്ണന മാത്രം ഇത് നടത്തുക എന്നുള്ളത്. അങ്ങനെ രണ്ട് തരത്തിലാണ് അനുകൃതി ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. और जो है प्लेटो दूसरे प्रकार की अनुकृति को एक प्रकार की मिथ्या एवं भ्रामक अनुकृति मानते हैं. तो चित्रकार, कवि और जो है कथाकार भी ऐसी ही मिथ्या अनुकृति जो है പ്രസ്തുത करते हैं. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തുള്ളതിൻ്റെ ഒരു മിഥ്യയായ അനുകരണമാണ് ആര് നടത്തുന്നത്? ഒരു ചിത്രകാരനും പോയറ്റും അതേപോലെ സ്റ്റോറി എഴുതുന്ന ആളെല്ലാം നടത്തുന്നത് മിഥ്യയായിട്ടുള്ള
അതിൻ്റെ ഒരു അനുകരണം മാത്രമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തില്ല എന്നാണ് പറയുന്നത്, സത്യം ഒട്ടും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ओके, और जो है ये जो है चित्रकार या जो है कवि वस्तुतः कृति नहीं, उसकी जो है അനുകൃതി മാത്രം പ്രസ്തുത करता है. അപ്പോൾ എഴുതുന്നത് ഒരു എന്താ പറയുക, ചിത്രം വരയ്ക്കുന്ന ആൾ അയാൾ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു രചന നിർവഹിക്കുന്ന ആളുടെ രചനാകാരൻ എന്താ എഴുതുന്നത് അയാളുടെ എന്താ പറയുക കൃതിയല്ല എന്നാണ് പറയുന്നത്. പിന്നെയോ എന്താ അനുകൃതി, അനുകരണമാണ് എന്നാണ് പറയുന്നത്. ओके, और जो है साहित्यकार जो है अनुकृति के बल पर जो रचना प्रस्तुत करता है वह जो है किसी भी दृष्टि से जो है उपयोगी സിദ്ധ നഹി ഹോത്തി. അപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗമുള്ളതിൽ നിന്ന് എന്താ അതേ ഭംഗിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഈ ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ ഒരു എന്താണ് കവിയോ ഒക്കെ ഈ രീതിയിൽ എന്ത് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ രചനകൾ, അതിൻ്റെ ഏത് തരത്തിലുള്ള അനുകൃതിയായിട്ടുള്ള ഈ ഒരു രചനകൾ എന്താണ്, അതൊരിക്കലും ആർക്കും ഉപയോഗം ഉണ്ടാവില്ല. അതുമൂലം ആ ഒരു രചനകളിലൂടെ അങ്ങനെയുള്ള അനുകൃതിയിലൂടെ ആർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുകരണത്തിലൂടെ ആർക്കും ഒരിക്കലും ഉപയോഗം ഉണ്ടാകില്ല എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ഓക്കെ, तो है और जो है प्लेटो के जो है विचार से ये कलात्मक रचनाएं समाज के लिए ये जो है സർവദാ അനുപയോഗി. അപ്പം അങ്ങനെയുള്ള അനുകരണങ്ങളെല്ലാം അല്ലെങ്കിൽ അനുകൃതികളെല്ലാം എന്താണെന്നാണ് പറയുന്നത്, സമൂഹത്തിന് ഒരിക്കലും ഉപയോഗപ്രദമുള്ളതല്ല. സമൂഹത്തിന് എപ്പോഴും എന്താണ് അനുപയോഗമുള്ളതാണ്. और जो है समाज के लिए वो അനുപയോഗി ഹി ഹെ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ്. അരസ്തുവിൻ്റെ അതിൻ്റെ ഒരു അനുകൃതി സിദ്ധാന്തം അല്ലെങ്കിൽ അനുകരൺ സിദ്ധാന്തം എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. जो है वो भी जो है महान एक दार्शनिक थे और जो है यूनान के, और जो साथ ही साथ वे जो है प्लेटो के शिष्य भी थे. और जो है अरस्तु ने प्लेटो के जो है अनेक सिद्धांतों का दृढ़तापूर्वक जो है ഖണ്ഡൻ भी किया है. അപ്പോൾ തൻ്റെ ഗുരുവിൻ്റെ ഒരുപാട് എന്താ പറയുക സിദ്ധാന്തങ്ങൾ എന്ന് അദ്ദേഹം ഖണ്ഡിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് കാവ്യശാസ്ത്രം, പോയറ്റിക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ അനുകരൺ സിദ്ധാന്തം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. अरस्तू का जो है सबसे अधिक महत्वपूर्ण सिद्धांत अनुकृति जो सिद्धांत ही है, वे अनुकृति को विभिन्न जो है कलाओं का मूल आधार मानते हैं और उनके विचार से जो है काव्य की आत्मा അനുകരൺ ഹെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആശയം എന്താണ്, അദ്ദേഹം എന്താണ് പറയുന്നത്, ഈ ഒരു കാവ്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അനുകൃതി അല്ലെങ്കിൽ അനുകരണമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം അനുകരണത്തെ എന്താണ് പറയുന്നത്, വിഭിന്ന കലാओं का जो मूल आधार है अनुकरण. ओके, और जो है यह जो है काव्य कला में अनुकरण के लिए भाषा का उपयोग किया जाता है. जो चाहे यह भाषा जो है അപ്പം എന്താണ് ഈ ഒരു അനുകൃതിക്ക് വേണ്ടിയിട്ട് എന്താ കാവ്യങ്ങളിൽ ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്താണ്
അത് ഗദ്യരൂപത്തിലോ അല്ലെങ്കിൽ എന്താ പദ്യരൂപത്തിലോ ആകാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. और जो है इस जो है काव्य में ये जो है मनुष्य के क्रियाकलापों की जो अनुकरण പ്രസ്തുത ഹോത്തി. അപ്പോൾ കാവ്യത്തിലൂടെ ഏതിൻ്റെ അനുകരണമാണ് ഉണ്ടാവുന്നത്? മനുഷ്യൻ്റെ ക്രിയാകലാപങ്ങളുടെ ഒരു അനുകരണമാണ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓർ ജോ ഹേ ഏ ബി. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാർ തന്നെ എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് നല്ലവരെന്നും ഒന്ന് എന്താ പറയുക ചീത്തവരെന്നുമായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ओके। और अरस्तु ने अनुकृति को इतना अधिक महत्व दिया है कि काव्य की सृष्टि और उसके आस्वादन का मूल कारण അനുകൃതി ही है. അപ്പം ആ ഒരു എന്താണ് കാവ്യത്തിൻ്റെ സൃഷ്ടിയും സാഹിത്യത്തിൻ്റെ സൃഷ്ടിയും അതേപോലെ അതിൻ്റെ ആസ്വാദനവും ഒക്കെ നമുക്ക് സംഭവമാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് അരസ്തുവിൻ്റെ അഭിപ്രായം. ഈ ഒരു അനുകരണം ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അനുകൃതി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് എന്താ സംഭവ്യമാകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. और जो है इसमें जो है पोएट्री सामान्यतः दो कारणों से प्रस्फुटित होता है. एक है मानव की सहज स्वाभाविक अनुकरण की जो है प्रवृत्ति, और दूसरा है सामंजस्य और लय की प्रवृत्ति. രണ്ടാമതായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെ തന്നെ അരസ്തുവിൻ്റെ തന്നെ ഈ ഒരു എന്താണ് സാഹിത്യം അല്ലെങ്കിൽ എന്താണ് കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ സിദ്ധാന്തമാണ് വിരേചൻ എന്താണ് സിദ്ധാന്തം എന്നുള്ളത്, കഥാർസിസ് എന്നുള്ളത്. ഈ വിരേചൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വികാരോങ്ക എന്താ നിഷ്കാസൻ യാ ശുദ്ധി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളെയും എന്താ ഇല്ലാണ്ടാക്കുക, എല്ലതും എല്ലതും ഇല്ലാണ്ടാക്കിയിട്ട് എന്ത് വരുത്തുക? നമ്മൾ ശുദ്ധി വരുത്തുക എന്നുള്ളത്. അപ്പം ഈ ഒരു വാക്ക് ഏതാണ് വിരേചന എന്നുള്ള വാക്ക് ചികിത്സ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ്. जो है रेचन का औषधि के द्वारा शारीरिक विकारों की शुद्धि को വിരേചൻ कहते हैं. അപ്പം ആ ഒരു ഔഷധം കൊണ്ട് എന്താ പറയുക ശരീരത്തിലുള്ള എല്ലാ ആ ഒരു വികാരങ്ങളെ എല്ലാം ഒഴിച്ചിട്ട് എന്താക്കുക? ശരീരത്തെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ. और जो है किंतु സാഹിത്യ पर उसे लागू करने का श्रेय अरस्तु को ही है. അപ്പോൾ സാഹിത്യത്തിൽ എന്താ പറയുക ലിറ്ററേച്ചറിൽ ഈ ഒരു വാക്കിന് ആരാണ് പ്രാധാന്യം നൽകിയത്? അരിസ്റ്റോട്ടിൽ, അരസ്തു തന്നെയാണ്. ഓക്കെ. അപ്പം നമുക്കറിയാം ഇനിയൊരു എന്താണ് ഇതിന് മുന്നേ പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആർട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ കാവ്യമായിക്കോട്ടെ അദ്ദേഹം പറഞ്ഞത് എന്താണ് അതുകൊണ്ടൊന്നും ഒരു ഉപയോഗം ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത് അല്ലേ? പക്ഷെ അതിനെയൊക്കെ ഖണ്ഡിച്ചു കൊണ്ടിട്ടില്ലേ അരസ്തു? എന്താണ് ഇതിനെയൊക്കെ എന്താണ് ഖണ്ഡിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുകരണം സിദ്ധാന്തമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു കഥാരസിസ് എന്നുള്ളതായിക്കോട്ടെ അദ്ദേഹം പറയുന്നത്. तो आपके अनुसार कला और साहित्य के द्वारा हमारे दूषित मनोविकारों का ठीक रूप से വിരേചൻ ഹോ ജാത്ത ഹെ. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അരസ്തുവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഈ ഒരു ആർട്ട് കൊണ്ടും അല്ലെങ്കിൽ സാഹിത്യം കൊണ്ടും ലിറ്ററേച്ചർ കൊണ്ടുമാണ് എന്ത് ഹമാരെ ദൂഷിത മനോവികാരവും നമ്മളുടെ ഉള്ളിലുള്ള ചീത്ത മനോവികാരങ്ങളെയെല്ലാം മാറ്റിയിട്ട് അതെല്ലാം മാറ്റിയിട്ട് എന്താണിത് നല്ല ഇത് നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ചീത്തതായിട്ടുള്ള എല്ലാ മനോവികാരങ്ങളെയും ശുദ്ധീകരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലെല്ലാം ആ ഒരു ചീത്തയായിട്ടുള്ളതിനെ എല്ലാം ഒഴിവാക്കിയിട്ട് നല്ലതാക്കാൻ ഉള്ളതാണെന്ത്
സാഹിത്യം അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് അതിനുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്, അരസ്തു. അല്ലാതെ സാഹിത്യമോ ആർട്ടോ ഒന്നും ഉപയോഗമില്ലാത്തതല്ല എന്നുള്ള അഭിപ്രായമല്ല അദ്ദേഹത്തിന്. അപ്പോൾ പ്ലാറ്റോ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട്, तो आपके अनुसार जो है साहित्य और जो है कला के द्वारा हमारे दूषित मनोविकारों का ठीक रूप से यानी कि उचित रूप से विरेचन हो जाता है, यानी शुद्धि हो जाता है. और अतः वे समाज के लिए हानिकारक नहीं. അതുകൊണ്ട് തന്നെ സാഹിത്യം അല്ലെങ്കിൽ ഈ ആർട്ട് എന്ന് പറയുന്നത് സമൂഹത്തിന് ദോഷമുള്ളതാണോ? അല്ല. ഇപ്പോൾ പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ അതെല്ലാം ദോഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അരസ്തു പറയാണ് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ദൂഷിതങ്ങളായിട്ടുള്ള, അങ്ങനെ എന്താ പറയുക, ചീത്തതായിട്ടുള്ള മനോവികാരങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ എന്ത് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിന് ഹാനികാരകമല്ല. സാഹിത്യം, ആ കല എന്നുള്ളത് സമൂഹത്തിന് ഹാനികാരകമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. और अरस्तु जो है कलाओं का लक्ष्य മനോവികാരോं का വിരേചൻ മാനത്തെ थे. അപ്പം അദ്ദേഹം എന്താണ് ഈ ഒരു ആർട്ട് ഫോമിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ആർട്ട് ഫോമിൻ്റെയും, ചിത്രകല ആയിക്കോട്ടെ അല്ലെങ്കിൽ നാട്യകല, അങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്, മനോവികാരോं का जो मनोविकारों की जो है शुद्धि ही है, यानी कि विरेचन ही है. ओके. और जो है अरस्तु के जो है, അപ്പോൾ അരസ്തുവിൻ്റെ ആ ഒരു വിരേചൻ സിദ്ധാന്ത की जो भारतीय आचार्य अभिनव गुप्त के अभिव्यक्तवाद से भी तुलना की जा सकती है. അപ്പം ഈ ഒരു അരസ്തു പറഞ്ഞിട്ടുള്ള വിരേചൻ സിദ്ധാന്തത്തിൻ്റെ തന്നെ ആ ഒരു എന്താ അത് തന്നെയാണ് ഭാരതീയ ആചാര്യനായിട്ടുള്ള അഭിനവ് ഗുപ്ത അഭിവ്യക്തിവാദിലൂടെയും, അപ്പോൾ രണ്ടും കൂടി ഒന്ന് കമ്പാരിസൺ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയാനുള്ളത് ട്രാജഡിയെക്കുറിച്ചും അതേപോലെ കോമഡിയെക്കുറിച്ചുമാണ്. അരസ്തുവിൻ്റെ അഭിപ്രായത്തിൽ അരസ്തു ഈ ഒരു ട്രാജഡിയെക്കുറിച്ചും അതേപോലെ തന്നെ കോമഡിയെക്കുറിച്ചും എന്താ പറയുന്നുണ്ട്. जो है नाटक के विभिन्न रूपों की व्याख्या करते हुए अरस्तु ने उसके जो है मुख्यतः दो भेद निर्धारित किए हैं. वो है त्रासदी यानी कि ट्रेजेडी और कामडी यानी कि കോമഡി. അപ്പം നാടകത്തിൻ്റെ വിഭിന്നങ്ങളൊക്കെയുള്ള രൂപത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് അരിസ്റ്റു. അപ്പം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭേദങ്ങളാണ് ഈ ഒരു ട്രാജഡിയും അതേപോലെ തന്നെ കോമഡിയും എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതിനെക്കുറിച്ച് ഈ ട്രാജഡിയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള പോയറ്റിക്സിൽ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ട്രാജഡി ഈസ് എസെൻഷ്യലി ആൻ imitation not of persons but of action and life, of happiness and misery. और जो है कविता के जो है पर्यायवाची शब्द के रूप में ही उन्होंने त्रासदी का व्यवहार किया है. यानी कि इसमें जो है किसी गंभीर स्वतः पूर्ण तथा निश्चित आयाम से युक्त कार्य की जो है अनुकृति होती है. यानी ट्रेजेडी में और इसके माध्यम के जो है रूप में जो विभिन्न रूपों में प्रयुक्त अलंकार भाषा होती है, यह जो है वर्णनात्मक न होकर अभिनयात्मक होती है. साथ ही साथ इसमें करुणा तथा त्रास के उद्रेक जो है द्वारा मनोविकारों का जो उचित विरेचन किया जाता है.
ട്രാജഡി എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്കറിയാം ഇപ്പം എന്താണ് ഒരു त्रासदी की जो है सबसे बड़ी जो सफलता इस विषय में है कि जो उदात्त कैरेक्टर एवं एक उच्च पद वाला व्यक्ति अपने किसी प्रमाद के फल स्वरूप വിനാഷ് കാ ജോ ഷിക്കാർ ബൻതാ രഹെ. അപ്പോൾ എന്താ ഒരു നല്ലൊരാൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാജഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അയാൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്താണ് എതിർപ്പിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു ഇരയായി മാറുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു എന്താണ് ആൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു ഇപ്പം എന്താ ഒരു നാടകത്തിൽ തന്നെ ആയിക്കോട്ടെ, അയാളിപ്പോൾ എന്താ ഒരു നല്ല വ്യക്തിയായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പം എന്താ നഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മളിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ഇസസെ ഉസ് പാത്രക്ക് പ്രതി जो है सहृदय के जो है मन में सहानुभूति जागृत होती है और जो है मन में जो भय और जो है मन में जो है भय और करुणा का जो പ്രസാർ ഹോത്തായി. അപ്പം നമുക്ക് ആ ഒരു ക്യാരക്ടറിന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അതിൻ്റെ അപകടം സംഭവിക്കുമ്പോൾ എന്താ നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാവും അയാളോട്, ആ ഒരു ക്യാരക്ടറിനോട് എന്താ നമുക്ക് ഭയങ്കര സഹാനുഭൂതി ആയിരിക്കില്ല. അതേപോലെ എന്താ നമ്മളുടെ മനസ്സിൽ എന്താ ആ ഒരു ഭയവും അതേപോലെ എന്താ കരുണയെല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് इसका जो है परिणाम यह है कि हृदय के जो है कलुषित भावों का बहिर्गमन होता है और वह जो है विशुद्धि का अनुभव और जो है अनुभव करने लगता है. നെക്സ്റ്റ് ഇനി നമ്മളെന്താ കോമഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ്. ഓക്കെ, തൊഹെ പ്ലാറ്റോൻ. അപ്പം എന്താണ് പ്ലാറ്റോവും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കോമഡിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്താണ്, പ്ലാറ്റോനെ കോമഡീസെ പ്രാപ്ത രസക്കോ എന്താണ് കുരുചി സമ്പന്ന ആനന്ദമാനാത്ത. ഓക്കെ, അപ്പം എന്താ പറയുന്നത് ഇവിടെ, ഇപ്പം നമുക്ക് ഖേൽ और विनोद उत्सव आदि के जो है अवसरों में मनुष्य क्रोध या विद्वेष की जो है भावना से मुक्त रहता है. ओके, और उसका स्वभाव अधिक सरल व शांत रहता है. ഇപ്പം നമ്മളുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് ആകുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എന്താണ് ക്രോധവും അതേപോലെ എന്താ ദേഷ്യമെല്ലാം നമുക്ക് ഇല്ലാണ്ടാവും അല്ലേ. ആ ഒരു വിദ്വേഷമെല്ലാം ഇല്ലാണ്ടായിട്ട് നമ്മളെന്താവും, ശാന്തരാവും, നമ്മുടെ മനസ്സ് കുറച്ചും കൂടി കൂളാവും. അപ്പോഴോ ഈ जो है दृष्टि से देखने पर कॉमेडी का പ്രഭാവം നിശ്ചിത. അപ്പം എന്താണ് ഈ ഒരു ആംഗിളിൽ എന്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്, ആ ഒരു കോമഡിയുടെ സ്വാധീനം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ സ്വാധീനത്തെ പറ്റി നമുക്ക് ഉറപ്പിക്കാം എന്നാണ് പറയുന്നത്. जो है कॉमेडी के जो है प्रभाव से मनुष्य की विद्वेष भावना जो है मंद पड़ती है. जो है मन के जो द्वेष के निष्कासन हो जाता है कॉमेडी की वजह से. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഐ.എ. റിച്ചാർഡ്സിൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹവും എന്താ യൂറോപ്പിൽ അറിയപ്പെടുന്നൊരു കാവ്യശാസ്ത്ര അദ്ദേഹത്തിനും ആ ഒരു കാവ്യശാസ്ത്ര ഹിസ്റ്ററിയിൽ महत्वपूर्णമായിട്ടുള്ള സ്ഥാനമാണുള്ളത്. और जो है उन्होंने साहित्य की जो है
मनोवैज्ञानिक विवेचन द्वारा पाश्चात्य जो है समीक्षा को നൂതൻ ആലോക് പ്രദാൻ കർണ ചാഹ. അപ്പോൾ അദ്ദേഹം ഒരു മനോവൈജ്ഞാനിക വിവേചനയിലൂടെ ഒരു പാശ്ചാത്യ ക്രിട്ടിസിസത്തിന് പുതിയ ആയിട്ടുള്ളൊരു മാനം നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് അതിൻ്റെ പുതിയതായിട്ടുള്ളൊരു രൂപം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിട്ടിസിസം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഐ. റിച്ചാർഡ്സ് എന്താണ് പറയുന്നത് വെച്ചാൽ, അദ്ദേഹം ഇപ്പം നമ്മളൊരു ഓതർ, ഒരു എന്താ ലേഖകനോ രചനാകാരനോ ആരോ ആവട്ടെ, ഇപ്പം അയാൾ എഴുതുന്നത് എന്താ, അത് വായിക്കുന്ന ആളിലേക്ക് എന്ത് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യപ്പെടണം, സംപ്രേഷണം എന്ത് ചെയ്യപ്പെടണം അല്ലേ. അപ്പം അതിനെക്കുറിച്ചും അത് എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതിനെ പറ്റിയും, പിന്നെ എങ്ങനെയായിരിക്കണം ഒരു ക്രിട്ടിസൈസർ അല്ലെങ്കിൽ ഒരു സമീക്ഷ, ഒരു സമാലോചക എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഐ. റിച്ചാർഡ്സിൻ്റെ ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, तो समस्त कलाएं जो है प्रेषण जो है പ്രക്രിയയ്ക്ക് जो है ഉപാധി മാത്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കലകളും എന്ന് പറയുന്നത് ഈ ഒരു പ്രേഷണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപാധി മാത്രമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള ഉപാധികളാണ് ഈ ഒരു കലകളെല്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓക്കെ, जो है कृतिकार के साथ संप्रेषण किस कोटि का हो सकता है, अर्थात कलाकार ने जो है कहना चाहा उसे वह अन्यों तक पहुँच सका है या नहीं. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു ക്രിട്ടിസൈസറുടെ മുന്നിൽ എന്താ രണ്ട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സമാലോചകൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു എന്താണ് ഈ ഒരു സമീക്ഷകൻ്റെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഉദിക്കുന്നത്. ഒന്ന് എന്താണ്, ഈ ഒരു ഓതർ എഴുതിയ ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു എന്താണ് ക്രിട്ടിസൈസർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബുക്കിനെ കുറിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക അല്ലേ. അപ്പം അയാളുടെ മുന്നിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഈ ഓതർ ഉദ്ദേശിച്ച ഈ ഒരു കൃതികാരൻ അല്ലെങ്കിൽ ഓതർ ഉദ്ദേശിച്ചത് തന്നെയാണോ, പക്ഷെ അയാൾ അതെങ്ങനെയാണ് എന്താണ് മറ്റുള്ളവരിലേക്ക് സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത്, ഏത് രീതിയിലാണ് എന്നുള്ളത് അറിയണം. അതേപോലെ അർത്ഥം കലാകാരനെ ജോ ഹെ കഹന ചാഹാ ഹെ ഉസേ വ അന്യോൻ തക് പൗഞ്ച സകാ ഹേയോ നഹ്യ. അപ്പോൾ ആ ഒരു കലാകാരൻ പറയാൻ ആഗ്രഹിച്ചത് ആ ഒരു വർക്കിലൂടെ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും അറിയണം. ഓക്കെ, और जो है कलाकार ने जो है जिसका प्रेषण करना चाहा है उसका मूल्य क्या है. അതേപോലെ തന്നെ അയാളുടെ വർക്കിലൂടെ ആ ഒരു ഓതർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക രചനാകാരൻ അല്ലെങ്കിൽ ആ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആർട്ടിലൂടെ, അദ്ദേഹത്തിൻ്റെ ആ വർക്കിലൂടെ എന്താണോ എന്താണ് മറ്റുള്ളവരിലേക്ക് പ്രേഷണം ചെയ്യാൻ ആഗ്രഹിച്ചത്, അത് ഉസ്കാ മൂല്യക്യാ ഹെ, അതിനുള്ള മൂല്യം എന്താണെന്നുള്ളതും അറിയണം. അപ്പോൾ ഇത് രണ്ടുമാണ് എന്തൊരു സമീക്ഷകൻ്റെ മുന്നിലുള്ള രണ്ട് പ്രശ്നങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്, ഐ. റിച്ചാർഡ്സ് പറയുന്നത്. ഓർ ജോ ഹെ അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ആൻസർ നൽകുക എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി, ഒരു സമീക്ഷകൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് മനുഷ്യനൊരു സാമൂഹിക പ്രാണിയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മളുടെ ആ ഒരു അനുഭവങ്ങളും അതേപോലെ അനുഭൂതികളൊക്കെ മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ അനുഭവങ്ങളും അതേപോലെ അനുഭൂതികളും അത് മറ്റുള്ളവരോട് പറയുകയും ഒപ്പം തന്നെ അവരുടെ അനുഭവങ്ങളും അനുഭൂതികളും എല്ലാം അറിയാനുള്ളൊരു ഒരു ആവേശം നമുക്കും ഉണ്ടാവും അല്ലേ. അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ जो है मानवीय विकास की यात्रा में जो है संप्रेषणात्मक क्रिया का जो अभ्यस्त होने के कारण जो है
और മനുഷ്യ के मस्तिष्क का ഘടന ഉസി രൂപ में हुआ. അപ്പം ഇങ്ങനെയൊരു ശീലം നമുക്കുണ്ട്. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, എന്താ പറയുക, എന്താണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്താ ഇവിടെയുള്ളൊരു സിസ്റ്റമാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാഹിത്യകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കലാകാരനായിക്കോട്ടെ അവരെല്ലാം എന്താണെന്നാണ് പറയുന്നത്, സംപ്രേഷകരാണെന്നാണ് പറയുന്നത്. സംപ്രേഷകരാണെന്നാണ് പറയുന്നത്. और जो है उसकी जो कृति का समर्पण पक्ष जो है अत्यंत महत्वपूर्ण है. जो സംപ്രേഷണം അത്യന്തം കഠിൻ കാര്യ. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഒന്നിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര എന്താണ് അതികഠിനമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഭാവവും ഓർ जो है विचारों का समर्पण वस्तुओं के समर्पण से ഭിന്ന है. ഇപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ ഒരു വർക്ക് നമ്മളിപ്പം സമർപ്പിച്ചു കഴിഞ്ഞു എന്താ ആൾക്കാരുടെ മുന്നിൽ, വായനക്കാരുടെ മുന്നിൽ എന്താ, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം എന്താ നമ്മളിപ്പം ഈ മറ്റേ ആളുകളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചു. അപ്പം അങ്ങനെ വെക്കുക എന്നുള്ളതിന് വലിയ പണിയില്ല. ആ ഒരു എന്താ പറയുക, ആ ഒരു സമർപ്പണത്തിന് എന്താ വലിയ ജോലിയൊന്നുമില്ല ആളുകളുടെ മുന്നിൽ വെക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു രചനയിലൂടെ എഴുതപ്പെട്ടിട്ടുള്ള ഭാവങ്ങളും ആ രചനയിലുള്ള ആ ഒരു എന്താണ് ലേഖകനാൽ എഴുതപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭാവങ്ങളും അതേപോലെ എന്താ വിചാരങ്ങളും അതിൻ്റെ ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ വായനക്കാരുടെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അതേ രീതിയിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര എന്താ പറയുക എളുപ്പമല്ല എന്നാണ് പറയുന്നത്. यानी कलागत समर्पण जो वही संभव होता है जहाँ एक मस्तिष्क अपने परिवेश पर ऐसा जो है प्रभाव डाले कि दूसरा मस्तिष्क भी उससे प्रभावित हो उठे. दूसरे मस्तिष्क में वही अनुभूत्यात्मक स्थिति उत्पन्न हो जो पहले मस्तिष्क में उत्पन्न हुई थी. അപ്പോൾ ഒരു കലാഗതമായിട്ടുള്ളൊരു സമർപ്പണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഒരു സാഹിത്യത്തിൻ്റെ സമർപ്പണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അത് എഴുതുന്ന ആളുടെ ആ ഒരു അവർ എഴുതുന്ന ലേഖനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താണ് പ്രഭാവം തന്നെ ആരിലും ഉണ്ടാവണം. അത് സ്വീകരിച്ചിട്ടുള്ള ആളിലും അത് വായിച്ചിട്ടുള്ള ആളിലും അങ്ങനെയുള്ള അനുഭൂതി ഉണ്ടായാൽ മാത്രമേ എന്താവുള്ളൂ, അവിടെ ഒരു എന്താണ് കലാഗതമായിട്ടുള്ളൊരു സമർപ്പണം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ എന്താണ് സംപ്രേഷണം എന്താണ് നടക്കുകയുള്ളൂ എന്നാണ്. രണ്ടാളുടെയും വേവ് ലെങ്ത് ഒരേപോലെ ആവണം, അല്ലെങ്കിൽ ഒരേപോലെ അത് എഴുതിയ ആൾക്കും അതേപോലെ അത് വായിക്കുന്ന ആ ആളിലും ഒരുപോലെയുള്ള അനുഭൂത്യാത്മക സ്ഥിതി ഉത്പന്നഹോ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ രണ്ടുപേരിലും ഉണ്ടായാൽ മാത്രമേ അവിടെ അങ്ങനെയൊരു എന്താ സമർപ്പണം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഐ റിച്ചാർഡ്സ് പറയുന്നത്. ഇനി ഈ ഒരു എന്താണ് സമാലോചകനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത് എന്താ വെച്ചാൽ, സമാലോചക ഇപ്പം ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു ഇപ്പം ക്രിട്ടിസൈസർ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ഒരു ക്രിട്ടിസിസം അതിൻ്റെ നടത്തുകയാണെങ്കിൽ വह जो है किसी यानी कि ग्रंथ को भली भांति സമച്ചില്ല. അപ്പോൾ ആ ഒരു റൈറ്റിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ പറ്റിയിട്ട് അയാൾ മൊത്തമായിട്ട് എന്താണ് മനസ്സിലാക്കണം. ആ ഒരു എന്താ പറയുക ക്രിട്ടിസിസം നടത്തുമ്പോൾ ആ ഒരു വർക്കിനെ പറ്റി മൊത്തമായിട്ട് ആ ഒരു ക്രിട്ടിസൈസർ ആ ഒരു എന്താണ്
സമാലോചക മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഉചിത അധ്യയൻ കെ ദ്വാരാ ഹി സമീക്ഷ രചനാക്കും സമജ്നേമേം സഫൽ ഹോത്ത ഹെ. അപ്പോൾ പറയുകയാണ് ആ ഒരു എന്താണ് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ നേരായിട്ടുള്ള ആ ഒരു വായനയിലൂടെ മാത്രമേ ആ ഒരു ക്രിട്ടിസൈസർക്ക് ആ ഒരു രചന മനസ്സിലാക്കാൻ എന്താണ് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഗഹനമായൊരു വായനയില്ലാതെ അല്ലെങ്കിൽ ഒരു ഗഹനമായൊരു അധ്യയനമില്ലാതെ എന്താണ് ആലോചന എന്നുള്ള കാര്യം ഒരിക്കലും എന്ത് നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു अध्ययन के लिए यानी कि कठिन प्रयत्न और ശിക്ഷൺ की ആവശ്യകത. അപ്പം അങ്ങനെയുള്ളൊരു വായനയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വർക്കിൻ്റെ അങ്ങനെയുള്ള ഒരു അധ്യയനത്തിന് വേണ്ടിയിട്ട് എന്താ ഗഹനമായിട്ടുള്ള വായനയ്ക്ക് എന്ത് നമുക്ക് വേണം, എന്താ കഠിനമായിട്ടുള്ള പ്രയത്നവും ഒപ്പം തന്നെ അറിവും നമുക്ക് എന്താ ആവശ്യമാണെന്നാണ് ഈ റിച്ചാർഡ്സിൻ്റെ അഭിപ്രായം. यानी कि समीक्षक को यह सोचना चाहिए कि किस रचना से जनता के मन को स्वास्थ्य प्राप्त होगा और किसके द्वारा उसको ക്ഷതി होगी. അപ്പം ആ ഒരു എന്താണ് സമീക്ഷകന് മനസ്സിലാകണം അല്ലെങ്കിൽ അയാൾക്ക് എന്ത് തിരിച്ചറിവ് ഉണ്ടാവണം, ഏതൊരു കൃതിയിലൂടെയാണ് ഏതൊരു രചനയിലൂടെയാണ് എന്താ ജനങ്ങൾക്ക് നല്ലത് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഏതിലൂടെയാണ് ഏത് രചനയിലൂടെ എന്താണ് അവർക്ക് ആ ഒരു അപകടം വരുത്തുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്താ നല്ലത് കിട്ടാത്തത് ഏതാണ്, അല്ലെങ്കിൽ മറ്റേ നല്ലത് കിട്ടുന്നത് ഏതാണ്, അതേപോലെ അവർക്ക് ക്ഷതി ഉണ്ടാവുന്നത് ഏതാണ്, ഇത് രണ്ടും തിരിച്ചറിയാനുള്ള ആ ഒരു വിവേകം ആർക്കുണ്ടാവണം എന്നാണ് പറയുന്നത്, ഒരു സമീക്ഷകന് ഉണ്ടാവണം അല്ലെങ്കിൽ समालोचकന് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. और जो है अतः समीक्षक को साहित्य के मूल्यों का सम्यक बोध होना ज़रूरी है. ओके, आगे हम टी.एस. इलियट के बारे में जान लेंगे. तो इलियट जो है और अंग्रेज़ी साहित्य के युग प्रवर्तक, पोएट और जो है विचारक है. और ഇലിയട്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അറിയപ്പെടുന്നൊരു പോയറ്റും അതേപോലെ വിചാരകനൊക്കെയാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ साहित्य की जो है महानता केवल साहित्यिक मानों के आधार पर निर्धारित नहीं की जा सकती. साहित्य समीक्षा को निश्चित नैतिक और धर्मशास्त्रीय दृष्टिकोण से पूर्ण करना चाहिए. यानी कि निर्वैयक्तिक रूपों में स्वीकार करके साहित्य का महत्व നിരൂപണ करना ही वांछनीय है. അപ്പം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, ആ ഒരു സാഹിത്യത്തിനെ കുറിച്ചിട്ട് അതിനെ നിരൂപിത ചെയ്യുമ്പം എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, നിർവൈയക്തിക ആയിട്ടായിരിക്കണം അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം അദ്ദേഹം ഈ ഒരു സാഹിത്യ സമീക്ഷയെ പറ്റി പറയുന്നുണ്ട്. സാഹിത്യ ക്രിറ്റിസിസത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ वे ऐसे व्यक्ति को साहित्य समीक्षक मानते हैं उसमें जो है അങ്ങനെയുള്ള ആളുകളെയാണ് അദ്ദേഹം സാഹിത്യ ഈ ഒരു സമീക്ഷകർ ക്രിട്ടിസൈസായിട്ട് അദ്ദേഹം കാണുന്നത്. എങ്ങനെയുള്ള ആൾക്കാർ, അവരിൽ എന്തുണ്ടായിരിക്കണം, ഈ ഒരു സംവേദന ശക്തി ഉണ്ടായിരിക്കണം, അതേപോലെ വ്യാപക അധ്യയനം അവരിലുണ്ടായിരിക്കണം, ഒപ്പം തന്നെ വിവേകശീലതയുള്ളവരും അവരായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ളവർക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ, സാഹിത്യ സമീക്ഷകർ അല്ലെങ്കിൽ നല്ല സാഹിത്യ സമീക്ഷകരാവാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ. ഇനി और उनकी राय में जो है कवि का संबंध केवल കവിതാസെ ഹി നഹി. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു പോയറ്റിൻ്റെ ബന്ധം എന്താ ഈ ഒരു പോയട്രി ആയിട്ട് മാത്രമല്ല എന്നാണ് പറയുന്നത്. പിന്നെയോ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു പോയറ്റിന് ഈ ഒരു ബാഹ്യ ജഗത്തായിട്ടെല്ലാം എന്ത് ബന്ധമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പം ഈ ഒരു ബന്ധം ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു പോയട്രി അല്ലെങ്കിൽ ആ ഒരു പോയം എന്താണ് ശൂന്യമായി പോകും. ആ ഒരു കവിത എന്നുള്ളത് എന്തായി പോകുന്ന പറയുന്നത് ശൂന്യമായി പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സെയിം തന്നെ ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയാണ്. എന്താ ഇതേപോലെ തന്നെ ആ ഒരു ക്രിട്ടിസൈസറിനും എങ്ങനെയായിരിക്കണം, എന്താണ് ഈ ഒരു സാഹിത്യത്തെ അപേക്ഷിച്ച് സാഹിത്യം എന്താണ് ലിറ്ററേച്ചർ മാത്രമല്ല അദ്ദേഹത്തിന് അയാൾക്ക് ഈ ഒരു ക്രിട്ടിസൈസർക്ക് വേറെ വിഷയങ്ങളൊക്കെ ആയിട്ട് എന്താണ് വേറെ വിഷയങ്ങളോടെല്ലാം ഇഷ്ടമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറെ വിഷയങ്ങളിലെല്ലാം രുചി ഉണ്ടായിരിക്കണം. ഉസേ ജോ ഹെ പൂർണ്ണ മാനവ് ബന്ന ചാഹി. അപ്പം എന്താണ് പൂർണ്ണമായൊരു മനുഷ്യനായിട്ട് മാറിയാൽ മാത്രമേ അയാൾക്ക് നല്ലൊരു എന്താണ് ക്രിട്ടിസൈസർ ആവാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇലിയട്ടിൻ്റെ അഭിപ്രായം. और उसे जीवन का अनुभव और ज्ञान होना चाहिए. അപ്പം ആ ഇലിയട്ട് പറയാണ് അങ്ങനെയുള്ളൊരു എന്താണ് സമീക്ഷകൻ എന്തുണ്ടായിരിക്കണം, ജീവിതത്തിൻ്റെ അറിവും അല്ലെങ്കിൽ അതേപോലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും അതേപോലെ അറിവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ഉन्होंने कला को जो है നിർവൈയക്തിക ഘോഷിत किया है. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇലിയട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഈ ഒരു കലയെ അദ്ദേഹം എന്തായിട്ടാണ് കാണുന്നത്, നിർവൈയക്തിക് ആയിട്ടാണ് പറയുന്നത്. और जो है कवि വ്യക്തിത്വത്തെ അഭിവ്യക്തി നഹി കർത്ത. അപ്പോൾ പറയാണ് ആ ഒരു ആർട്ട് ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു സാഹിത്യത്തിലൊന്നും എന്താക്കുന്നില്ല, കവി വ്യക്തിത്വത്തെ അഭിവ്യക്തി നഹി കർത്ത. പിന്നെയോ വ്യക്തിത്വ ഉസ്ക വിശിഷ്ട മാധ്യം മാത്ര. അപ്പോൾ ആ ഒരു പോയിറ്റിൻ്റെ വ്യക്തിത്വം എന്നുള്ളത് ആ ഒരു വിശിഷ്ട മാധ്യമം മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും എന്താക്കുന്നില്ല, ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അഭിവ്യക്തി അവിടെ നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. और अपनी संपूर्ण विवेचना में एलियट ने कविता के स्वतंत्र जीवन का समर्थन किया है. അപ്പം അദ്ദേഹം അങ്ങനെ സ്വതന്ത്രമായിട്ട് ഈ ഒരു പോയട്രി അല്ലെങ്കിൽ പോയത്തിനെ എന്താണ് നിർവൈയക്തികമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെയാണെന്നാണ് പറയുന്നത്.